ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന മൊഡ്യൂൾ 2-ലെ ബേസിക് കൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിഫൈൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, വേരിയസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെക്കൻഡ് തിങ്, ഡിഫൈൻ ദി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വേരിയസ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ് എന്നും ഷിയർ സ്ട്രെസ് എന്നും ബേസിക്കലി രണ്ട് സ്ട്രെസ് ഉണ്ട്. നോർമൽ സ്ട്രെസ്സിനകത്ത് കംപ്രസീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെസ്സും. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ്. ആൻഡ് വി ഹാവ് ആൾസോ സ്റ്റേറ്റ് ദി ഹൂക്സ് ലോ. ഹൂക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് within elastic limit, if material is loaded, stress is directly proportional to strain. And നമ്മൾ അതിൻ്റെ ഹൂക്സ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് സിമ്പിൾ പ്രോബ്ലംസ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാൽക്കുലേറ്റ് ദി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഡ്യൂ ടു സ്റ്റാറ്റിക് ലോഡ്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനും അതുപോലെ തന്നെ പുതിയൊരു ടോപ്പിക് ആയിട്ടുള്ള ഡ്രോ ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീലും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ. സ്ട്രെസ്സും സ്ട്രെയിനിൻ്റെയും. സോ മൈൽഡ് സ്റ്റീൽ എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ആണ്. സോ നിങ്ങളുടെ ജനാലയിലൊക്കെ കാണുന്ന ഉരുളൻ കമ്പി കാണത്തില്ലേ, ജനാലയിൽ ഫിക്സ് ചെയ്യുന്ന ഉരുളൻ കമ്പി എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീലാണ്. സോ ആ മൈൽഡ് സ്റ്റീൽ നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് മൈൽഡ് സ്റ്റീലിനുണ്ടാവും. ബാക്കിയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ സ്റ്റീലിന് വെൽ ഡിഫൈൻഡ് ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ടാകത്തില്ല. സോ നമ്മുടെ പ്രിലിമിനറി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു വെൽ ഡിഫൈൻഡ് കർവ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈൽഡ് സ്റ്റീൽ ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ടെൻഷൻ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ മൈൽഡ് സ്റ്റീൽ ബാറിന്റെ ടെൻഷൻ ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പ്ലോട്ട് ചെയ്യുന്നത്. മൈൽഡ് സ്റ്റീൽ ബാറിന്റെ ടെൻഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ പറയുന്നത് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഓർ UTM എന്നാണ്. സോ ഈ കാണുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഓർ എക്യുപ്മെന്റ് ആണ് നമ്മുടെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അഥവാ UTM എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ UTM അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്? കാരണം ഈ ഒരു എക്യുപ്മെന്റിൽ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ടെസ്റ്റുകൾ നടത്താൻ പറ്റും. ഇപ്പം നമ്മൾ നടത്തുന്ന ടെൻഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ കംപ്രഷൻ ടെസ്റ്റ് നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ വലിയ ബീംസ് ഉണ്ടെങ്കിൽ ആ ബീംസിനെ നമുക്ക് ബെൻഡിങ് ടെസ്റ്റ് ഇവിടെ നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഷിയർ ടെസ്റ്റ്. സോ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ പഠിക്കും. സോ ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് ഈ ഒരു എക്യുപ്മെന്റിൽ നടത്താവുന്നതാണ്. ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരേ എക്യുപ്മെന്റിൽ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ നടത്താൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റിനെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അഥവാ UTM എന്ന് വിളിക്കുന്നത്. സോ ഇനി നമ്മൾ ടെൻഷൻ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടെൻഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീൽ ബാർ ആണ്. ആ മൈൽഡ് സ്റ്റീൽ ബാർ ഒരു പർട്ടിക്കുലർ ലെങ്ത് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു പോർഷനിലാണ് നമ്മുടെ സ്പെസിമെൻ കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് ജോ കാണാൻ പറ്റും. അതായത് ഈ ഒരു പോർഷനിലെ ഒന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ജോയും ഒന്ന് മൂവബിൾ ജോയും ആയിരിക്കും. സോ ഈ ഒരു പോർഷനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിങ് യൂണിറ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ലോഡിംഗ് ഡയലും ഉണ്ട്, അതുപോലെ റിലീസിംഗ് ഡയലും ഉണ്ട്. ഈ ലോഡിംഗ് അല്ലെങ്കിൽ റിലീസിംഗ് അനുസരിച്ച് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഒരു ജോ എന്ന് പറയുന്നത് ഫ്രീ ജോ ആയിരിക്കും അല്ലെങ്കിൽ മൂവബിൾ ജോ ആയിരിക്കും. സോ ഒരെണ്ണം ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ ആദ്യം സ്പെസിമെൻ എന്ന് പറയുന്നത് ഒരെൻഡിൽ കണക്ട് ചെയ്തതിന് ശേഷം അതിനെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ കാണുന്ന വീൽ യൂസ് ചെയ്യുന്നത്. സോ അത് പ്രോപ്പറായി ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് പ്രോപ്പർലി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിവിടെ ഡയൽ തിരിച്ചിട്ട് നമുക്കിവിടെ ഇതിനെ ഈ ഒരു മൂവബിൾ ജോയെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്പെസിമെൻ എവിടെയാണോ, സ്പെസിമെൻ എത്ര നീളത്തിലുണ്ടോ അത്ര നീളത്തിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഈ അപ്പർ എൻഡിലും ഇതുപോലെ സ്പെസിമെൻ കയറ്റിയതിന് ശേഷം ഈ ഒരു വീല് റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യണം. സോ ഇത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ലിപ്പ് അനുഭവപ്പെടും. സോ സ്ലിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കില്ല. നമ്മളൊരു സ്പെസിമെൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് എടുത്ത് എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ സ്ട്രെച്ചിങ് കർവ് പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് സ്ലിപ്പ് ഒരിക്കലും സംഭവിക്കരുത്. അതിനായിട്ട് നമ്മളിത് പ്രോപ്പറായിട്ട് ഈ വീല് റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലോഡിംഗ് ഡയലിൽ നമുക്കൊരു ഡയൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഡയലിൽ നമ്മൾ രണ്ട് ഇത് തിരിച്ചിട്ട് സീറോയിലോട്ട് കൊണ്ടുവരിക. നമ്മുടെ സ്പെസിമെൻ ഇവിടെ കണക്ട് ചെയ്തു, അതുപോലെ ഡയൽ സീറോയിൽ കൊണ്ടുവരിക. ഓക്കെ, അതിനുശേഷം നമ്മൾ പതുക്കെ ലോഡിംഗ് ഡയൽ എന്ന് പറയുന്നത് തിരിക്കും. സോ ഇവിടെ നമുക്ക് ലോഡിംഗ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ലോഡ് റിലീസ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. പാർട്ടും ഇത് തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്.
സോ ഇതൊരു ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യുമ്പം സ്പെസിമെൻ്റെ ഈ ഒരു ജോ മൂവ് ചെയ്യുകയും അതുപോലെ സ്പെസിമെൻ ലോഡ് എടുക്കുകയും ചെയ്യും. ഓക്കെ, ഈ ലോഡ് എടുക്കുന്നത് നമുക്ക് ഈ ഡയലിൽ കാണാൻ പറ്റും. സ്പെസിമെൻ എത്രത്തോളം ലോഡ് എടുക്കുന്നതെന്ന് ഈ ഒരു ഡയലിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്പെസിമെൻ്റെ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാം. അതിനെ ഡയൽ ഗേജ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമുക്കിവിടെ ഡിഫോർമേഷൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ലോഡ് ഈ ഒരു ഡയലിൽ ഡയറക്റ്റ് റീഡ് ചെയ്യാം. ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയൽ ഗേജ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാം. ഡയൽ ഗേജിന് 2 ഡയലുണ്ട്. ആ ഡയലിനകത്ത് ഇത് ലെഫ്റ്റും റൈറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാറിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാറിലോട്ട് വെച്ചിട്ട് ഒരു സ്ക്രൂ ടൈറ്റൻ ചെയ്ത് നമുക്കിതിനെ അതിനകത്തോട്ട് ഉറപ്പിക്കാം. സോ ഇതിൽ രണ്ടിലും നമുക്ക് റീഡിങ്സ് ഒബ്റ്റൈനബിൾ ആയിരിക്കും. ഈ 2 റീഡിങ്ങിന്റെയും മീൻ എടുത്തിട്ട് ആ മീനിനെ ലീസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ ആയിരിക്കും കിട്ടുന്നത്. സോ ഇനി നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യം നമ്മൾ ഡയൽ 0-ലാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ ഈ പോയിന്റിലാണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ്. ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ കർവ്. സോ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ ഓർ ഇലോങ്ങേഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഇവൻ നമുക്ക് ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ കർവ് പ്ലോട്ട് ചെയ്താലും ഇതുപോലെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നമ്മൾ ഒരു ലോഡും അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് പതുക്കെ ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യും. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഈ സ്പെസിമെൻ എടുക്കുന്ന ലോഡ് നമുക്ക് ഈ ഡയലിൽ കാണാൻ പറ്റും. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ഡിഫോർമേഷൻ നമുക്കിവിടെ ഈ ഒരു ഡയൽ ഗേജിൽ നിന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എടുക്കുന്നത് റീഡിങ്സ് എടുക്കുന്നത് 200, 400, 600 അങ്ങനെ ഒരു പർട്ടിക്കുലർ പാറ്റേണിലായിരിക്കും എടുക്കുന്നത്. ഒരു 200 ഇൻക്രിമെന്റിൽ നമ്മൾ ലോഡ് നോട്ട് ചെയ്യും. ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫോർമേഷൻ ഇവിടെ നോട്ട് ചെയ്ത് പോവുകയായിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് നോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇനിഷ്യൽ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഒ എ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ആയിരിക്കും നമുക്ക് ആദ്യം ഇവിടെ കിട്ടുന്നത്. എ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ്. സോ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ് പോയിന്റ് എ. പ്രൊപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. ആ ബിനെ പറയുന്നതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു ഹൂക്സ് ലോ, ഇറ്റ് ഈസ് വാലിഡ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. ദിസ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ബട്ട് ഈ ഒരു എ ടു ബി എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു കർവേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എക്സാക്ട്ലി നമ്മൾ ഹൂക്സ് ലോ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഒബേ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഒ എ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ പോർഷനിൽ മാത്രമായിരിക്കും. ഓർ വിത്തിൻ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആയിരിക്കും ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഒബേയിങ്. ഓക്കെ, സോ ബിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? ബി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് ദി മെറ്റീരിയൽ വിൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വെൻ ദി ലോഡ് ഇസ് റിലീസ്ഡ്. ഓക്കെ, സോ അപ്പം നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ നമുക്കിവിടെ ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ നമ്മൾ നോട്ട് ചെയ്തു. അത് കഴിയുമ്പം ഒബ്സർവേഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് ഇതിന് റീഡിങ്സ്, ഈ ഡയൽ ഗേജിലെ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയൽ ഗേജിന്റെ യൂസ് എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സോ ഡയൽ ഗേജ് നമുക്ക് പിന്നെ യൂസ് ചെയ്തിട്ട് ഇവിടെ കാര്യം ഉണ്ടാകത്തില്ല, കാരണം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഡയൽ ഗേജ് റിലീസ് ചെയ്യും. ഡയൽ ഗേജ് ഇവിടുന്ന് മാറ്റിയിട്ടാണ് നമ്മൾ പിന്നെ ഒബ്സർവേഷൻ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു എക്യുപ്മെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ എക്യുപ്മെന്റ് തന്നെ നമുക്ക് ഈ ഗ്രാഫ് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്ത് തരും. ഇവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഇവിടെ ഒരു ഗ്രാഫിന്റെ പ്ലോട്ടിങ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, പോയിന്റ് ബി കഴിഞ്ഞു. പോയിന്റ് ബി കഴിഞ്ഞ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യുമ്പം ഈ ഡയൽ ഇങ്ങനെ കൂടി വന്നതിന് ശേഷം ഒരു സഡൻ ആയിട്ട് ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ജെർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാം. സോ ആ പോയിന്റ് സിയിൽ എത്തിയിട്ടാണ് ഇവിടെ ഒരു സ്ലിപ്പ് ഫീൽ ചെയ്യണത്. ഓക്കെ, സോ സി വരെ ഇത് ഇങ്ങനെ തന്നെ പോവും. ആ പോയിന്റിൽ എത്തിക്കഴിയുമ്പം ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ഈ ഡയൽ തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ അതാണ് ഇവിടെ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ പോയിന്റ് സി ആൻഡ് സി ഡാഷിനെയാണ് അപ്പർ ഈൽഡ് പോയിന്റ് എന്നും ലോവർ ഈൽഡ് പോയിന്റ് എന്നും പറയുന്നത്. ഓക്കെ, സി ഈസ് ദി അപ്പർ ഈൽഡ് പോയിന്റ് ആൻഡ് സി ഡാഷ് ഈസ് ദി ലോവർ ഈൽഡ് പോയിന്റ്. സോ ആഫ്റ്റർ സി ഡാഷ് ഡയൽ സ്ലൈറ്റ്ലി ഇൻക്രീസസ്. ബട്ട് ഈ ഒരു ഡയൽ എന്ന് പറയുന്നത് കുറച്ചു നേരം കോൺസ്റ്റന്റ് ആയി നിന്നതിന് ശേഷം ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും. സോ അപ്പം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയല് കുറച്ച് നേരം ഒരു പർട്ടിക്കുലർ റീഡിങ്ങിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും കാണുന്നത്. ബട്ട് നിങ്ങളുടെ സ്പെസിമെൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ആയിട്ട് ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും. പ്ലാസ്റ്റിക് ഡിഫോർമേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ദിസ് ഡിഫോർമേഷൻ ഈസ് നോൺ റിക്കവറബിൾ, അല്ലെങ്കിൽ ഈ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റീഗെയിൻ ചെയ്യാൻ പറ്റില്ല.
സോ അങ്ങനെ ഒരു ഡിഫോർമേഷൻ ആയിരിക്കും സ്പെസിമെന് ഇവിടെ സംഭവിക്കുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പം വീണ്ടും ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പം അഗെയിൻ ഈ പോയിന്റ് ഡി വരും. പോയിന്റ് ഡിയിൽ നിന്ന് അഗെയിൻ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം, കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ. സോ അങ്ങനെ ഈ ഡയലിലെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു മാക്സിമം പോയിന്റിൽ എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ മാക്സിമം പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഇ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദി അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് റീച്ച് ചെയ്യും. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഇ. സോ അത് നമുക്ക് ഇവിടെ ഡയലിൽ കാണുന്ന മാക്സിമം റീഡിംഗ് ആയിരിക്കും. സോ ആ പോയിന്റ് കഴിയുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ സൂചി തിരികെ വരുന്നതായിട്ട് കാണാം. അതായത് മാക്സിമം പോയിന്റ് റീച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഡയല് തിരികെ വന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ആ സ്പെസിമെൻ അങ്ങ് ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോ ആ പോയിന്റിനെ നമ്മൾ എഫ് എന്നാണ് പറയുന്നത്. കറസ്പോണ്ടിങ് ലോഡിനെ നമ്മൾ ഫ്രാക്ചർ ലോഡ് അല്ലെങ്കിൽ ഫ്രാക്ചർ സ്ട്രെങ്ത് എന്ന് പറയും. സോ ഈ ഫ്രാക്ചർ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് പോയിന്റ് ഇയിൽ നിന്ന് എഫിലോട്ട് വരുമ്പോൾ ആക്ച്വലി സ്പെസിമെൻ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ സേ ദിസ് ക്രോസ് സെക്ഷനിൽ അതിന് ലോക്കലായിട്ട് നെക്കിംഗ് ആണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ട്രമൻഡസ് ആയിട്ട് കുറയുകയും ആ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തിയതിനു ശേഷം ആ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പോയിന്റ് ഇ ഓൺവേർഡ്സ് ദി നെക്കിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് അറ്റ് ദി പോയിന്റ് എഫ് ദി സ്പെസിമെൻ വിൽ ബ്രേക്ക്. Okay, the point E is called point of ultimate strength and F is called point of breaking strength. Okay, so നമുക്ക് ഒന്നുകൂടെ ആ പോയിന്റ്സ് എല്ലാം ഒന്ന് നോക്കാം. സോ പോയിന്റ് എ ആണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. വിത്തിൻ ദ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ദി സ്ട്രെസ് ഇസ് ലീനിയർലി വേരിയിങ് വിത്ത് ദി സ്ട്രെയിൻ. ആൻഡ് ബി ഈസ് കോൾഡ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്പെസിമെൻ എന്ന് പറയുന്നത് അതിന്റെ initial shape regain ചെയ്യും when the load is removed. Okay, the next point Z and C dash. This is called the upper yield point and lower yield point. ഡയലിന്റെ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. സോ ആ പോയിന്റ്സ് ആണ് അപ്പർ yield പോയിന്റും ലോവർ yield പോയിന്റും. സോ സി ഡി എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ദ സ്പെസിമെൻ ഒരു കോൺസ്റ്റന്റ് ലോഡിൽ തന്നെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എഗെയിൻ സ്പെസിമെൻ ലോഡ് എടുക്കാൻ തുടങ്ങും. ആ ലോഡ് എടുത്തതിന് ശേഷം ഈ ഡയലിൽ ഒരു മാക്സിമം റീഡിങ്ങിൽ നിങ്ങളുടെ ഡയൽ വരുന്നതായിരിക്കും. ഓക്കെ, ആ പോയിന്റ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം സ്പെസിമെൻ എടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് എഫ് എത്തുമ്പോൾ അത് നെക്കിംഗ് സംഭവിച്ച് ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ ബ്രേക്ക് ആവുന്നതും ചെയ്യും. സോ ഈ ഒരു കർവിനെയാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. സോ നമ്മൾ കണ്ടു പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, അപ്പർ yield point, lower yield point, and E is the point of ultimate strength and F is the rupture strength or breaking strength. And point OA or the portion OA is called a linear portion. So up to proportional limit where it is perfectly linear. And OB portion is elastic deformations. O to B where it is elastic deformation ആയിരിക്കും എന്ന് നമുക്ക് പറയാം. Okay, this portion is called BD. സോ ബി ഡി പോർഷനിൽ ആക്ച്വലി നടക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ഈൽഡിങ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. സോ ആ സംഭവിക്കുന്ന ഡിഫോർമേഷൻ ഒരിക്കലും റീഗെയിനബിൾ ആയിരിക്കില്ല. അതിനുശേഷം വി ഹാവ് എ പോർഷൻ കോൾഡ് ഡി. ഡി ഈസ് കോൾഡ് സ്ട്രെയിൻ ഹാർഡനിങ് പോർഷൻ. ഓർ ഈ ഒരു പോർഷനിൽ സ്പെസിമെൻ അഗെയിൻ ഇറ്റ് ഷോ സം റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് എക്സ്റ്റേണൽ ലോഡ്. സോ അതാണ് ഈ ഒരു സ്ട്രെയിൻ ഹാർഡനിങ് പോർഷന്റെ പ്രത്യേകത. സ്ട്രെയിൻ ഹാർഡനിങ് പോർഷൻ സംഭവിച്ചതിന് ശേഷം മാക്സിമം ലോഡ് റീച്ച് ചെയ്യും. ആ ലോഡ് റീച്ച് ചെയ്തതിന് ശേഷം ഇറ്റ് സബ്ജക്റ്റഡ് ടു നെക്കിംഗ് ഓഫ് ദി ക്രോസ് സെക്ഷൻ. സോ ഇ എഫ് ഈസ് കോൾഡ് ദ portion of necking, and at the point F the specimen will break at the point. So നിങ്ങളുടെ എൻ സെമിസ്റ്റർ എക്സാമിന് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഇതിനകത്ത് സാലിയൻ പോയിന്റ്സ് മാർക്ക് ചെയ്ത് സാലിയൻ പോയിന്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ 6 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ജസ്റ്റ് പഠിച്ചോളുക. സോ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഓരോ പോയിന്റിന്റെയും സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓരോ പോയിന്റ് ഏതാണെന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിൾ ആണ്. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഇറ്റ് ഈസ് ഡിഫോർമേഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു സെൽഫ് വെയ്റ്റ്. സോ നമ്മൾ ആദ്യം നോക്കിയത് ഒരു ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് വരുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയത്. സോ നമ്മളത് ഒബ്സർവ് ചെയ്ത് എന്തായിരുന്നു? ഡിഫോർമേഷൻ ഈസ് ഈക്വൽ ടു WL divided by AE. If W is the external load
and L is the length of the specimen, and A is the cross-sectional area, and E is the modulus of velocity or Young's modulus. So അതിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കുന്നത് ഒരു മെറ്റീരിയൽ. സോ ഒരു ബാർ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ആ ബാർ എ ബി ആണ്. ആ എ ബി എന്ന് പറയുന്നതിൻ്റെ ഒരു എലിവേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ വേണമെങ്കിൽ സർക്കുലർ ആവാം, റെക്ടാങ്കുലർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഈ ബാറിൻ്റെ ലെങ്ത് ആണ് എൽ. ഓക്കെ, അതിൻ്റെ ഒരു സ്മോൾ ഡെപ്ത് ഞാൻ എടുക്കുന്നു ഡി എക്സ്. ഓക്കെ, ഒരു സ്മോൾ പോർഷൻ ഡി എക്സ് എടുക്കുന്നു അതിൻ്റെ ലെങ്ത് വൈസിൽ. അത് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ഫ്രീ എൻഡ് ആണ്. സോ ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു സർഫസിൽ നിന്ന് ഹാങ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാറിൻ്റെ വെയിറ്റ് കൊണ്ട് ഈ ബാറിനുണ്ടാകുന്ന ഡിഫോർമേഷനാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെടുത്ത പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? L is the length of the bar, A is the area of cross section of the bar, it may be circular or rectangular, anything. Okay, and E is the Young's modulus of the material. സ്റ്റീലിന് ഒരു വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് വെലോസിറ്റി ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽ, അലൂമിനിയത്തിന് ഒരു ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും. അങ്ങനെ ഇറ്റ്സ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി ഓൺലി. Okay, it doesn't depend upon the cross section. Okay, and the next parameter is W, small w, which is called the specific weight of the bar material. Specific weight എന്ന് പറയുന്നത് it is nothing but weight of the material divided by the volume of the material. So ഈ മെറ്റീരിയലിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ W ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ W divided by the volume of the specimen, that is cross sectional area into the length, that is the volume of the bar. So that value is called the specific weight of the material, or it can be another terms. If density is, നമുക്കറിയാം mass by volume ആണ് density. Mass by volume into acceleration due to gravity multiply ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാരാമീറ്ററും സ്പെസിഫിക് വെയിറ്റ് ആയിരിക്കും. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് it is the total weight of the body divided by the total volume. That is called a specific weight of the bar material. Now consider a small strip dx of a bar at a distance x from the B. We know that the weight of the bar for length x. So ഈ ഒരു സ്ട്രിപ്പിന് താഴെയുള്ള പോർഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പോർഷന്റെ വെയിറ്റ് എത്രയായിരിക്കും? സോ എക്സ് ലെങ്ത് ഉള്ള ഈ ഒരു പോർഷന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ നമുക്കറിയാം W ആണ്. അതേ ഇൻറ്റു ഈ ഒരു വോളിയം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഈ ലെങ്ത്, അതായത് ഇത്രയും പോർഷൻ്റെ വോളിയം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പോർഷൻ്റെ വെയിറ്റ് ആയിരിക്കും. സോ ദാറ്റ് പോർഷൻ ഇഫ് യു കോളിംഗ് ബൈ P, capital P is equal to W into capital A into X. Capital A is the cross sectional area and X is the distance below the strip considered. അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ്റെ ലോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് W into A into X ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിനെ മാത്രമാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത്. ആ സ്ട്രിപ്പിൽ വരുന്ന എക്സ്റ്റേണൽ ലോഡായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂ P കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വരുന്ന ഒരു എക്സ്റ്റേണൽ ലോഡ് പോലെയാണ് ഈ ഒരു പോർഷൻ്റെ വെയിറ്റ്. നമുക്ക് ഈ ഒരു പോർഷൻ്റെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് പഴയ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ ലോഡ് P വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ എന്ന് പറയുന്നത് PL by AE ആണ്. സോ P എന്ന് പറയുന്നത് W into AX ആണ്, ഇൻറ്റു ലെങ്ത് ഓഫ് ദി സ്പെസിമെൻ, ലെങ്ത് ഓഫ് ദി സ്ട്രിപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു സ്മോൾ സ്ട്രിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് DX ആണ്, ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു മോഡുലസ് ഓഫ് വെലോസിറ്റി. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്യുന്നു, എയും എയും കട്ടായിപ്പോയി, WX ഇൻറ്റു DX ഡിവൈഡഡ് ബൈ E. So this will be the deformation of this small strip due to the external load. External load will be the weight of the below material. So ഈ ഒരു സ്ട്രിപ്പിന് താഴെയുള്ള മെറ്റീരിയലിൻ്റെ വെയിറ്റ് ആണ് ഇവിടെ ഒരു എക്സ്റ്റേണൽ ലോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻഫിനിറ്റ് സ്ട്രിപ്സ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആ ഇൻഫിനിറ്റ് സ്ട്രിപ്പിൻ്റെ ടോട്ടൽ ഡിഫോർമേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കുന്നത്? വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ ഫ്രം ദി ലിമിറ്റ്. നമ്മൾ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂ 0 ആണ് ഇവിടെ, അപ് ടു L വരെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ദി ടോട്ടൽ ഇലോങ്ങേഷൻ ഓഫ് ദി ബാർ മേ ബി ഫൗണ്ട് ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദി എബോവ് ഇക്വേഷൻ ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 ആൻഡ് L. Therefore the total deformation will be integral 0 to L Wx dx divided by E. Okay, so നമുക്കറിയാം W and E is the constant, so we can take it outside. The remaining parameters will be x dx from the limit 0 to L.
Okay, on integration, we get the integral of x dx will be x square by 2, applying the limit from 0 to L. On applying the limit, we get the value as delta L, that is the total deformation of the bar due to self weight, is small w L square divided by 2e. What is small w? It is the specific weight of the material, and L is the length of the bar, and divided by 2e. We are arranging this equation by we are multiplying and dividing by the cross sectional area A. We get small w capital A L square divided by 2ae, and we are arranging specific weight into volume, that is area cross section into L is the volume. So specific weight into A into L we are taking as the total weight of the bar. So total weight is represented by the capital W. So here we have the term small w A L square. So we are taking one L from here and we are denoting it as capital W, that is the total weight of the bar. So total weight of the bar into L divided by 2ae. This will be the expression of the deformation of a bar due to self weight. എന്താണ് നമ്മുടെ ഡിഫറൻസ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഒരു ബാറിന് എക്സ്റ്റേണൽ ലോഡ് W ആണെന്ന് വിചാരിക്കുക. ആ W കൊണ്ട് ഉണ്ടാകുന്ന ഡിഫോർമേഷൻ നമ്മൾ എത്രയാണ് പഠിച്ചത്? ഇറ്റ് ഈസ് WL/AE ആണ്. ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ബാറിന് അതിൻ്റെ തന്നെ സെൽഫ് വെയിറ്റ് കൊണ്ട് എത്രത്തോളം ഡിഫോർമേഷൻ സംഭവിക്കാം. സോ ആ കിട്ടിയ ഡിഫോർമേഷൻ എത്രയാണ്? ഇറ്റ് ഈസ് WL divided by 2AE. അവിടുത്തെ W എന്താണ്? It is the total weight of the bar itself, and L is the length of the bar, and A and E are corresponding cross sectional and modulus of velocity. ബട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ഇനിഷ്യൽ വാല്യൂ ആണ്. അതായത് എക്സ്റ്റേണൽ ലോഡ് വരുന്നതിൻ്റെ ഹാഫ് ആണ് ഈ ഒരു കേസിലെ നമ്മുടെ ഡിഫോർമേഷൻ. അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ WL/AE ആണ് നിങ്ങളുടെ എക്സ്റ്റേണൽ ലോഡിനുള്ള ഡിഫോർമേഷൻ എങ്കിൽ WL/2AE ആണ് നിങ്ങളുടെ ഡിഫോർമേഷൻ ഡ്യൂ ടു സെൽഫ് വെയിറ്റ്. സോ നമുക്ക് സെൽഫ് വെയിറ്റിൻ്റെ ഒരു ഇല്ലസ്ട്രേറ്റീവ് പ്രോബ്ലംസ് നോക്കാം. A copper alloy wire of 1.5 mm diameter and 30 meter long is hanging freely from a tower. What will be its elongation due to self weight? Take the specific weight of the copper and its modulus of velocity as 89.2 kilonewton per meter cube and 90 GPa respectively. So നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ പാരാമീറ്റേഴ്സ് നമ്മൾ നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. A copper wire of 1.5 mm diameter. Diameter of the wire is given as 1.5 mm and it is 30 meter long. And its elongation due to self weight you need to find. Take the specific weight of the material is 89.2 kilonewton per meter cube and modulus of velocity as 90 GPa. So നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പാരാമീറ്റേഴ്സ് ന്യൂട്ടണിലും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് mm-ലും ആക്കാൻ ശ്രദ്ധിക്കുക. So നമുക്കൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ ഈസ് 1.5 mm, ലെങ്ത് ഈസ് 30 meter, so 30 into 10⁻³ mm, and the specific weight of the material is given as 89.2 kilonewton per meter cube. We know that 1 meter is equal to 1000 mm. 1 meter is equal to 10⁻³ millimeter. So with so much meter cube, so 10⁻³ so we get the below value as 10⁻⁹ mm cube in the denominator. If you comes into numerator, it will be 89.2 into 10⁻⁻⁹ kilonewton per mm cube. And we know that kilonewton or kilo is 10⁻⁵. So the total value becomes 89.2 into 10⁻⁻⁶ Newton per mm cube. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒരു മീറ്റർ എന്ന് പറയുന്നത് 1000 mm ആണ്. സോ കറസ്പോണ്ടിങ് മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ ഒരു മീറ്റർ എന്ന് പറയുന്നത് 10⁻³ ആണ്. അങ്ങനെയാണെങ്കിൽ 1 meter into 1 meter into 1 meter എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10⁻³ into 10⁻³ into 10⁻³. സോ ടോട്ടൽ 10⁻⁹ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ആ വാല്യൂ ന്യൂമറേറ്ററിൽ വരുമ്പോൾ ഇറ്റ് ഈസ് 10⁻⁻⁹ ആവും. അഗെയിൻ കിലോയുടെ 10⁻³ ആണ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁻⁻⁶ Newton per mm cube എന്നും കിട്ടുന്നതാണ്. മോഡുലസ് ഓഫ് വെലോസിറ്റി 90 GPa ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 90 GPa കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 10⁻³ Newton per mm square നമുക്ക് ഡയറക്റ്റ്ലി എഴുതാവുന്നതാണ്. സോ ഈ പാരാമീറ്റേഴ്സ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്താൽ, പ്രോപ്പർ യൂണിറ്റ്സിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എറർ സംഭവിക്കാം.
So നമുക്കറിയാം deformation due to self weight എന്താണ്? It is WL square by 2E, or we can write in terms of the total weight also. Okay, specific weight of the material is given. So specific weight of the material 89.2 into 10 raised to minus 6 into length of the material is 30 meter. So corresponding mm. We need to take the square here. So this is wrong. We need to take the square here and divided by 2e. 2 into modulus of velocity of the material is 90 into 10 raised to 3 Newton per mm square. So you need to correct this. There is a square here. So you need to correct this one, and the final answer will be getting us 0.45 mm here. The second problem, an alloy wire of 2 mm square cross sectional area and 12 Newton weight hangs freely under its own weight. Find the maximum length of the wire if its extension is not exceed 0.6 mm. Take modulus of velocity E for the wire material as 150 GPa. So നമ്മൾ parameters note ചെയ്യണം. Alloy wire having cross sectional area A as 2 mm square and the weight of the alloy wire is 12 Newton. It is hangs freely under its own weight. Find the maximum length of the wire. We need to find the actual length of the wire if the extension is not exceed 0.6 mm. Given extension of the wire due to self weight is given, we need to find the actual length of the wire. Extension is 0.6 mm and the modulus of velocity is given as 150 GPa. To convert into Newton per mm square, we'll multiply 150 into 10 raised to 3 Newton per mm square. We know the equation. L is the maximum length of the wire which is need to be find out. So extension is equal to the total weight W into L divided by 2AE, or you can use the same equation. So both are same, and here we know the total weight. That's why we are using this equation. Okay, so total weight is known to be 12 Newton. Extension is 0.6, and this is we need to find. Area cross section is given as 2 mm square and E is known to us as 150 into 10 raised to 3. So finding we get 0.02 into 10 raised to minus 3 L, and we get L is equal to 30 meter.